എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സോയാബീൻ റോസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ തന്നെ സോയാബീൻ റോസ്റ്റ് തയ്യാറാക്കുന്ന വിധം നമുക്ക് കാണാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതിനു വേണ്ടി 1 കപ്പ് സോയാബീൻ ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇതൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അരിപ്പ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് നല്ലതുപോലെ കൈവച്ച് നമുക്കിതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇത് മുഴുവൻ നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല പുരട്ടി വയ്ക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കോഴി മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2-2.5 സ്പൂണോളം കോൺഫ്ലവർ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്പം ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന സോയാബീൻ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ എല്ലാ സോയാബീനിലും ഈ മസാല ആകും വിധം തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ സോയാബീൻ ഇതിലിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇടയ്ക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും മുരിഞ്ഞു വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. 2 വശവും ഇത് നല്ലതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇത് കോരി മാറ്റാം. ഇനി ഇതേ ഫ്രൈ പാനിൽ തന്നെ നമുക്കിതിന് വേണ്ടിയുള്ള ഗ്രേവി തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടി ഒരു അല്പം കൂടി വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ വെളിച്ചെണ്ണയിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും അല്പം വെളുത്തുള്ളിയും നല്ലതുപോലെ ചെറുതായി കനം കുറഞ്ഞ നീളത്തിൽ അരിഞ്ഞതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായി വഴണ്ടി വരുമ്പോൾ 2 സവാള കൂടി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് അത് കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി കൂടി അരിഞ്ഞിട്ട് ഇതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു പച്ചമുളകും കൂടി ഞാൻ ഇതിലേക്ക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. വലിയ പച്ചമുളകാണെങ്കിൽ 1 ആവശ്യമേ ഉള്ളൂ. ചെറുതാണെങ്കിൽ 2 എടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴണ്ടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സോയാബീനിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പൊടികളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് അല്പം ഉപ്പിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ തന്നെ ഇതിൻ്റെ പച്ചമണവും കുത്തലും എല്ലാം മാറുന്നത് വരെ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം.
നല്ലതുപോലെ മിക്സ് ചെയ്ത് വഴണ്ടതിന് ശേഷം നമ്മൾ ആദ്യം മസാല പുരട്ടി വെക്കാൻ നേരത്ത് ഇതിൽ മുട്ടയുടെ ഗ്രേവിയും അല്പം മസാലയും കൂടിയുണ്ട്. ഇത് കൂടി നമുക്ക് ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സോയാബീൻ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഗ്രേവിയും പൊടികളും എല്ലാം എല്ലായിടം ആകുന്നത് വരെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നേരം കൂടി ഇതിൽ തന്നെ നമുക്കൊന്ന് മുരിയാൻ വേണ്ടി നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ചുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും മറ്റുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഓക്കെ, താങ്ക് യു.